Parle Fab in yummy chocolate and vanilla crème. അല്ല പോപ്പട്ടെ ഇവിടെ നീ എന്താ അന്വേഷിക്കുന്നത്? സൺസ്ക്രീമിന്റെ ട്യൂബ് എവിടെ വെച്ചിരിക്കുന്നേ? ഞാനും അത് തന്നെയാണ് അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. രാവിലെ ഇത്ര പെട്ടെന്ന് വെയിൽ വരുമെന്ന് ഞാൻ കരുതിയേയില്ല. അതെവിടെയായിരിക്കും വെച്ചിരിക്കുക? മിക്കവാറും ഷോക്കേസിൽ കാണണം. സൺസ്ക്രീൻ കിട്ടി. ഇട്ടിട്ട് എനിക്ക് തന്നേക്ക്, എനിക്കും അത് ഇടണം. എടാ എന്താ ഇത് തീർന്നു പോയല്ലോ. സാരമില്ല, നമുക്ക് ശ്രമിച്ചു നോക്കാം. അല്പമെങ്കിലും അതിൽ നിന്നും കിട്ടാതിരിക്കില്ല. എടാ എന്താ അവസാനം പുറത്തു വന്നു. കൊച്ചളിയ, നീ എന്തിനെങ്ങനെ ചൂടാവുന്നേ? നിനക്കുള്ളത് ഇതാ മുഖത്ത് തന്നെ ഇരിപ്പുണ്ട്. ആ ഡ്രോയിൽ പുതിയ ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എടുക്കായിരുന്നില്ലേ? ഞാൻ ഇന്നലെ വാങ്ങി വെച്ചതാ. കൊച്ചളിയ, നീ ചെറിയൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ കള്ളം പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അളിയാ. എന്താ, എന്ത് പറ്റി? കാര്യം പറ. ഈ ട്യൂബിൽ ഒന്നുമില്ല. എന്നാലും അത് എവിടെ പോയി? ഞാൻ ഇന്നലെ വാങ്ങി വെച്ചതല്ലേ. അതൊന്നും അത്ര കാര്യമാക്കണ്ട, നമുക്ക് വേറെ മേടിക്കാന്നേ. ഇന്ന് അല്പം വെയിൽ കൂടുതലാ, അതുകൊണ്ട് ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. ആ പോപ്പട്ട് ഇതുവരെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുമില്ല. അയ്യോ, അപ്പൊ പോപ്പട്ട് ഇതുവരെയ്ക്കും പുറത്തിറങ്ങിയില്ലേ? ഇല്ല, അകത്ത് കയറിയിട്ട് 1 മണിക്കൂറായി. അവൻ ഇറങ്ങിയിട്ട് വേണം എനിക്ക് കുളിക്കാൻ. എന്നാ പോയി നോക്കാം. എടാ പോപ്പട്ടെ, അകത്ത് കയറിയിട്ട് സമയം കുറെ ആയല്ലോ, ഞങ്ങൾക്കും കുളിക്കണം. നിക്ക്, അല്പസമയത്തിനുള്ളിൽ ഞാൻ ഇറങ്ങും. ഞങ്ങളുടെ 3 അതിനുമുമ്പ് പുറത്തിറങ്ങിലും കണ്ടല്ലോ. ഇല്ലെങ്കിൽ എന്താ? നീ ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ നീ ഇറങ്ങുന്നവരെ എണ്ണിക്കൊണ്ടേ ഇരിക്കും ഞാൻ, അല്ലേ കൊച്ചളിയാ? ഇനി കുറച്ച് ഷാംപൂ ആവാം. അല്ല, ഷാംപൂ ഇതെവിടെ പോയി? എന്നാ പിന്നെ ആദ്യം സോപ്പ് അങ്ങ് തേച്ചേക്കാം. അയ്യോ, എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നാണല്ലോ. അകത്തിരുന്ന ഷാംപൂ സോപ്പും ഒക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ഞാൻ കേറിയ സമയത്ത് എല്ലാം അവിടെ ഉണ്ടായിരുന്നതാ. 1 മണിക്കൂർ കിടന്ന് കുളിച്ചിട്ട് ഇപ്പൊ പറയുന്ന ഒന്നും കാണുന്നില്ലെന്ന്. നീ ആള് വലിയ ഭയങ്കരനാണല്ലോ. അല്ലടാ, ഞാൻ സത്യമാ പറയുന്നത്. ഒരൊറ്റ എണ്ണം പോലും അവിടെ കാണുന്നില്ല. കാണാതായതല്ല, നീ അത് തീർത്തതായിരിക്കും. ഇനി അതിന്റെ പേരിൽ തർക്കമൊന്നും വേണ്ട, കടയിൽ വിളിച്ചു പറഞ്ഞാൽ മതി, അവർക്കൊന്ന് തന്നേക്കും. ഹലോ അങ്കിൾ, ഞങ്ങക്ക് സോപ്പും ഷാമ്പുവും വേണമല്ലോ. എന്താ, ഒന്നും ബാക്കിയില്ലെന്നോ? എല്ലാം കാണാതായെന്നോ? കടയിലെ സാധനങ്ങൾ മുഴുവൻ കാണാതായി. കാണാതായെന്നോ? ഇതിലെന്തോ പന്തി കേടുണ്ടല്ലോ. ഇന്ന് റേഡിയോയിൽ കുറച്ച് ന്യൂസ് കേൾക്കാം. കുറച്ച് സോപ്പ് ബാക്കി ഷാംപൂ ആക്കാം. അടികൈ. അല്ല, എന്റെ 1.5 കിലോയുടെ ഷാമ്പു എവിടെയാ പോയത്? അല്ല, ഇതെന്താ ഇതുവരെ ഉപയോഗിക്കാത്ത സോപ്പ് എങ്ങനെയാ തീർന്നത്? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഒന്നും ബാക്കിയില്ല. എന്താ ഞാൻ പറഞ്ഞല്ലേ, ഒരു ബ്യൂട്ടി പ്രോഡക്റ്റും ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. ഒന്നുമില്ലെന്ന്. ടൂത്ത് പേസ്റ്റോ ക്രീമോ ഒന്നും ബാക്കിയില്ല. ഇതെങ്ങോട്ടാ ഈ പോകുന്നതെന്ന് മനസ്സിലാവുന്നതേ ഇല്ല. എന്താ, മേക്കപ്പ് ചെയ്യാതെ മുഖം കാണാൻ വളരെ വൃത്തികേടാണെന്നോ? സ്റ്റോക്ക് വരുമ്പോ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഫോൺ വെച്ചോളൂ. എനിക്കതല്ല മനസ്സിലാവാത്തത്. ഈ സിറ്റിയിലുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ എങ്ങോട്ടായിരിക്കും പോയത്? Slide, swim, glide. Feel the fun of Fab ride. Feel the Fab. Parle Fab in yummy chocolate and vanilla crème. ഇങ്ങനെ വൃത്തിയില്ലാത്തവരിടത്ത് വൃത്തികേടായി ജീവിക്കാൻ എന്താ എനിക്കൊരു ഉൾതൃപ്തി. നമ്മളുടെ ജീവിതം ചെളിയിലാണ്, കൂടാതെ നമ്മൾ പന്നികളാണ്. നമ്മൾ എത്രത്തോളം വൃത്തികേടായി നടക്കുന്നു അത്രയും വൃത്തിയായി നടക്കാൻ നമ്മൾ ആരെയും സമ്മതിക്കില്ല. ഇനി ഈ നഗരം പതിയെ വൃത്തിഹീനമായി മാറിത്തുടങ്ങും. അപ്പൊ നീ ജി എപ്പോ പറയും? അതാരെങ്കിലും എഫ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പറയാം. എനിക്ക് മനസ്സിലായില്ല. എഫിന് ശേഷമല്ലേ സാധാരണ ജി വരാറ്? എ ബി സി ഡി ഇ എഫ് ജി. അത് മാത്രമല്ല നിങ്ങളെ നല്ലടാ അങ്ങേ. നിങ്ങളെന്നെ അങ്ങന്ന് പറഞ്ഞോണ്ട് ഇത്രയും ബഹുമാനം തരേണ്ട ആവശ്യമുണ്ടോ ഗുരു? എടാ, ഞാൻ പറഞ്ഞത് നിങ്ങളെന്ന് നീ എന്നെ വിളിക്കുന്നതിന് പകരം അങ്ങെന്ന് വിളിക്കാനാണ്.
ഓക്കെ 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 ഈ ലോകത്തിൽ തന്നെ ഇത്ര വൃത്തികെട്ടത് വൃത്തിഹീനമായ ഗുരുവാണങ്ങ്. 10 പൈസയുടെ വിവരം പോലും ഇല്ലാത്ത മഹാഗുരു. എന്റെ ഗുരു. മതി 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 മതി, ബഹുമാനം വളരെ അങ്ങ് കൂടിപ്പോയി. ഇതിലും വലിയ പ്രശംസ എനിക്ക് വേറെ കിട്ടാനേ ഇല്ല. തൃപ്തിയായി ശിഷ്യ, തൃപ്തിയായി. മറ്റുള്ളവരും നമ്മളെപ്പോലെ തന്നെ ആവണം. സോപ്പ്, ഷാമ്പു, സൺസ്ക്രീമോ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ലോകം നമ്മളെ നോക്കി കണ്ടത് അറപ്പോടെയല്ലേ? അപ്പോ ഇനി അവരെ തന്നെ അറപ്പോടെ നോക്കണം. അതെ, നമ്മൾ ഈ ലോകത്തെ മാറ്റിമറിക്കും. നഗരം മുഴുവൻ വേസ്റ്റ് കൊണ്ട് കടലാക്കി മാറ്റും. സന്തോഷമായില്ലേ ഗുരുവേ? ബേഷ്, ഭലേ ബേഷ്. എങ്കിൽ നമുക്ക് ആ കടൽക്കരയിൽ ഒരു കുടിൽ കെട്ടി താമസിക്കാം ശിഷ്യ. ഗുരുവിന് ലെവലേശം പോലും ബുദ്ധിയില്ലെന്ന് പറയുന്നത് ഇതാണ്. ഞാൻ കടലെന്ന് ഉദ്ദേശിച്ചത് ഒരു ഉപമയ്ക്ക് പറഞ്ഞതാണ്, അല്ലാതെ ശരിക്കുമുള്ള കടലിന്റെ കാര്യമല്ല. ഓ, ഞാനാണെങ്കിൽ അത് വല്ലാതെ ആഗ്രഹിച്ചും പോയി. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങയോട് പറഞ്ഞിട്ടേ. ആഹാ, കൊള്ളാലോ. തുടക്കം തന്നെ അങ്ങന്നാണ്. നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. വാ, നമുക്ക് അടുത്ത പണി നോക്കാം. ഇനിയെല്ലാം പുറത്താണ്. എന്താ? നിങ്ങളോട് അല്ല അങ്ങയോട് തന്നെ സിറ്റിയിലുള്ള ബാക്കി സ്ഥലങ്ങളിലെ സോപ്പ് കൂടി മോഷ്ടിക്കണം. വേഗം വാ. വാ, നമുക്ക് ഈ നഗരത്തിലെ എല്ലാ സോപ്പുകളും മോഷ്ടിച്ചു കൊണ്ടുവരണം. വേഗം കേറ്. ദാ ഇതിലെ പോവാം. ഇതുവഴി നല്ലൊരു മണം വരുന്നുണ്ട്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ഈയിടെയായി നമ്മുടെ നഗരത്തിൽ നടക്കുന്നത് വളരെ വിചിത്രമായ സംഭവങ്ങളാണ്. ആളുകളുടെ വീട്ടിൽ നിന്ന് അവരുടെ സൺസ്ക്രീൻ, ഷാംപൂ, സോപ്പ് എന്നിവ മോഷണം പോവുകയാണ്. ആളുകൾ കുളിക്കാൻ പറ്റാതെ പരിഭ്രാന്തിയിലാണ്. ഈ മോഷണത്തിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഒരു നിഴൽ രൂപം മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. അതിന്റെ ഭാഗമായി ചില ഫുട്ടേജ് ചാനലിന് കിട്ടിയിട്ടുണ്ട്. കള്ളനെ കൈയോടെ പിടികൂടുന്നത് വരെ ആളുകൾ ഇപ്പോൾ കുളിക്കണോ വേണ്ടയോ എന്ന ചിന്തയിലാണ്. നിങ്ങളും ചിന്തിക്കുന്നുണ്ടാവും, ഈ കള്ളൻ ഇതൊക്കെ മോഷ്ടിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. ആളുകൾക്ക് ഇനിയും കുടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവും. അങ്ങനെയുള്ള ചുറ്റുപാടിൽ രോഗങ്ങൾ പടരുക തന്നെ ചെയ്യും. അങ്ങനെയാണ് അവനെ എത്രയും വേഗം പൊക്കണം. പക്ഷെ അവൻ എങ്ങനെയാണ് കണ്ടെത്തുക? ആദ്യം നമുക്ക് പുറത്തു പോയിട്ട് ഒരു സോപ്പ് കിട്ടുമെന്ന് നോക്കാം. ഒന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതേ കള്ളൻ തന്നെ നമ്മുടെ വീട്ടിൽ വീണ്ടും വരും. സോപ്പ് ഇല്ല ബായ്, എന്റെ അടുത്ത് ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരികയില്ല. ഇല്ല, ഒന്നുമില്ല. ഉണ്ടായിരുന്ന സോപ്പുകളെല്ലാം കാണാതായി. ബാത്റൂമിലുള്ളത് എല്ലാം കാണാതായി. ഇനിയിപ്പോ എന്താണ് ചെയ്യുക? വാ, നമുക്ക് അന്വേഷിക്കാം. മിക്ക കടകളും കാര്യം. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കാം. ആ കൊച്ചളിയെ കാറൊന്ന് നിർത്തിക്കേ. എന്തു പറ്റി? ആരെങ്കിലും കണ്ടോ നീയേ? അല്ല, ഞാൻ ആകെ വൃത്തിയേടായിട്ടിരിക്കുക. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാവേ. അല്ല, നിങ്ങളെന്താ എനിക്ക് സെക്യൂരിറ്റി ആയിട്ട് വന്നാണോ? നിന്റെ കയ്യിൽ സോപ്പ് ഉണ്ടെന്ന് എന്താ പറയാ ഞാൻ? അതിന് എന്റെ കയ്യിൽ എവിടെയാ സോപ്പ് ഇരിക്കുന്നത്? അപ്പൊ പിന്നെ ഇത് എന്തുവാടാ? ഇത് സാധാരണ സോപ്പല്ല, പേപ്പർ സോപ്പാണ്. നമ്മളാണെങ്കിൽ ഒറിജിനൽ സോപ്പല്ല അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. ഐഡിയ. ഈ സോപ്പ് എനിക്കിതാ. വാ, നമുക്കിനി എല്ലാവർക്കും പോയി ഒളിച്ചിരിക്കാം. നമ്മളുടെ കണ്ണുവെട്ടി ചെങ്ങോട്ട് പോവാനാ. എവിടുന്നാണോ മണം വരുന്നത് ഞങ്ങൾ അവിടെ തന്നെ കറക്റ്റ് ആയിട്ട് എത്തിയിരിക്കും. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്ക് നല്ല ഉറപ്പുണ്ടാവും ഇവിടെ എത്തും. ആ സ്മെല്ല് വരുന്നത് ഇവിടെ നിന്നാണ്. സോപ്പ് മിക്കവാറും ഇവിടെ അടുത്തെവിടെങ്കിലും തന്നെ കാണണം. ഇത് അവന്മാര് തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ, സോപ്പിന്റെ മണം പിടിച്ച അവന്മാർ ഇവിടെ എത്തുമെന്ന്. കൂട്ടുകാരെ വേഗം വാ. ഇതായിരിക്കുന്നു സോപ്പ്. നോക്ക്, നീ ആരാണെങ്കിലും എല്ലാവരുടെ സോപ്പ് തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നല്ല വിവരം അറിയും. ശിഷ്യ, നമ്മളോട് ഇവന്മാരുടെ കളി. കൂട്ടുകാരെ, പിടിക്കാവുമാരെ. പുറകെ തന്നെ ഉണ്ട്. ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. സോർദാറെ, ഒന്നും കാണാൻ പറ്റുന്നില്ല.
അത് ശരി, അവന്മാര് വീണ്ടും വന്നോ? ദാ വേഗം ലെഫ്റ്റിലേക്ക് തിരിക്കേ. ബണ്ണി ദേ അവര് ലെഫ്റ്റിലോട്ട് പോയി. നോക്കൂ കൂട്ടുകാരെ, യുവമാരെ നമ്മുടെ നഗരം വൃത്തികേടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് യുവമാർക്ക് ശിക്ഷ കൊടുക്കണം. ആ ശിക്ഷ യുവമാർക്ക് വൃത്തി എന്തെന്ന് പഠിപ്പിക്കുന്നതായിരിക്കണം. നമുക്ക് തുടങ്ങാം കൂട്ടുകാരെ. ആ. അയ്യോ ആ അയ്യോ വേണ്ട, അയ്യോ വേണ്ട, അയ്യോ വേണ്ട. അയ്യോ ഇത് നമ്മൾ തന്നെയാണോ? കുളിച്ച് വൃത്തിയായി കഴിഞ്ഞപ്പോ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്റെ ശിക്ഷ ഇപ്പോ നിന്നെ കാണാനും വളരെയധികം മനോഹരമായിരിക്കുന്നു. അതെ ഗുരു, ശരിക്കും ഒരു പ്രകാശം വന്നതുപോലെ ഇതുപോലെ വൃത്തിയായി തന്നെ നടക്കാൻ തോന്നുന്നു. നിങ്ങൾ ജനിച്ചപ്പോഴുള്ള ചെളിയുണ്ട്. അയ്യോ ദൈവത്തെ ഓർത്ത് നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊന്ന് ക്ഷമിക്കണം. വൃത്തിയെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഞങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വൃത്തിയായിരിക്കുമ്പോ എന്ത് സുഖമാണെന്നറിയോ? ഇനി എന്നും ഞങ്ങൾ ഇതുപോലെ വൃത്തിയായിട്ട് തന്നെ നടക്കും. ഇപ്പാകെ നിങ്ങളുടെ ശരീരത്തിൽ അഴുക്ക് മാത്രമേ പോയിട്ടുള്ളൂ. ഇനി മനസ്സിലുള്ള ദുഷിച്ച അഴുക്ക് കൂടി പോയി കഴിഞ്ഞാൽ ക്ലീനായി. എന്താ വേണോ? അയ്യോ വേണ്ടേ, വേണ്ട വേണ്ട. ഞാന് തമാശ പറഞ്ഞതാണ്. നന്നായി ചിരിച്ചു കഴിഞ്ഞാൽ മനസ്സ് വൃത്തിയാവുമെന്ന് പറയുന്നേ.